2025 കടന്നതോടെ മോഹൻലാൽ ഗംഭീര വിജയങ്ങളുമായാണ് തുടക്കമിട്ടത്. എമ്പുരാനും തുടരുമെന്ന ചിത്രങ്ങൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളാണ് സമ്മാനിച്ചത്. മോഹൻലാൽ അങ്ങനെ ബോക്സ് ഓഫീസിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. എന്നാൽ മോഹൻലാലിന്റെ മുമ്പുള്ള ചിത്രങ്ങൾ അങ്ങനെയല്ലായിരുന്നു. വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു മോഹൻലാലിന്. അതിൽ ചില പഴികളും കേൾക്കേണ്ടി വന്നു പ്രേക്ഷകരിൽ നിന്നും മോഹൻലാലിന്. എന്നാൽ മോഹൻലാൽ മികച്ചതായി ചെയ്തുവെങ്കിലും മോഹൻലാലിനെ ഉപയോഗിച്ച സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ആയിരുന്നു അതിലും വലിയ പഴി കേട്ടത്. മോഹൻലാലിന്റെ തിരഞ്ഞെടുപ്പുകളെയും വിമർശിക്കുകയുണ്ടായി. എന്നാൽ 2025 കഴിയുന്നതോടുകൂടി മോഹൻലാലിന്റെ തിരഞ്ഞെടുപ്പുകൾക്കും മാറ്റം വന്നു. അതിന് പ്രശംസയുമായി പ്രേക്ഷകർ എത്തുന്നതുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു തന്നെയാണ് മോഹൻലാൽ പല സിനിമകളിലേക്കും എത്താൻ പോകുന്നത്. എന്നാൽ ഈ വിജയങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ എത്തിയതും പഴികേട്ടതുമായ ഒത്തിരി ചിത്രങ്ങൾ വന്നെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പഴികേട്ടത് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയ്ക്കായിരുന്നു. മോഹൻലാലിനെ വെച്ച് 2 ചിത്രങ്ങൾ ഗംഭീരമായി കൊണ്ടുവരികയും എന്നാൽ വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോവുകയും ചെയ്തു. വലിയ ഹൈപ്പുകളായിരുന്നു ഉദയകൃഷ്ണയുടെ മോഹൻലാൽ സിനിമകൾക്ക് ഉണ്ടായത്. ഒന്ന് സാക്ഷാൽ വൈശാഖുമായിട്ടായിരുന്നെങ്കിൽ മറ്റൊന്ന് ബി ഉണ്ണികൃഷ്ണനുമായിട്ടായിരുന്നു. 2 ചിത്രങ്ങൾക്കും ഗംഭീര ഹൈപ്പാണ് ലഭിച്ചത്. ഒന്ന് ആറാട്ടാണെങ്കിൽ മറ്റൊന്ന് മോൺസ്റ്ററും. 2 ചിത്രങ്ങൾക്കും പരാജയങ്ങൾ വന്നപ്പോൾ അതിലുള്ള കോമൺ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് പല ട്രോളുകളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഉദയകൃഷ്ണ തന്റെ അടുത്ത കാലത്ത് പരാജയപ്പെട്ട ചിത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ആറാട്ടും മോൺസ്റ്ററും ഒക്കെ മോഹൻലാലിനെ ഗംഭീരമായി യൂസ് ചെയ്ത സിനിമയായിരുന്നു. ലുക്കിലും മോഹൻലാലിനെ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്ത രീതിയുമൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ എവിടെയൊക്കെ വെച്ച് പാളിപ്പോയി. ആറാട്ട് മറ്റൊരു പരീക്ഷണമായിരുന്നു, മോൺസ്റ്ററും മറ്റൊരു പരീക്ഷണം. എന്നാൽ എവിടെയാണ് പരാജയം? ഒരു സിനിമയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം തിരക്കഥാകൃത്തിന്റെ തലയിൽ മാത്രം കെട്ടിവെക്കരുതെന്ന് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ പറയുകയാണ്. ഒരു സിനിമയുടെ വിജയത്തിന്റെ ക്രെഡിറ്റിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ടെങ്കിൽ അതിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം എല്ലാവർക്കും കൂടിയുള്ളതാണെന്ന് ഉദയകൃഷ്ണ പറയുന്നുണ്ട്. ആറാട്ടും ക്രിസ്റ്റഫറും പോലുള്ള ചിത്രങ്ങൾക്ക് റിലീസിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള ബിസിനസ് നടന്ന ചിത്രങ്ങളാണെന്നും കൂടാതെ തന്റെ പരാജയപ്പെട്ട ചിത്രങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. സിനിമയുടെ പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം തിരക്കഥാകൃത്തിന്റെ തലയിൽ മാത്രം കെട്ടിവെക്കരുത്. ഞാൻ എഴുതിയിട്ടുള്ള സംവിധായകരെല്ലാം മലയാളത്തിലെ പ്രഗത്ഭരാണ്. അവർ തീരുമാനിച്ചുറപ്പിച്ച തിരക്കഥകൾ മാത്രമേ സിനിമയാക്കപ്പെട്ടിട്ടുള്ളൂ. 4-5 കഥകളുമായിട്ടാണ് ഞാനൊരു പ്രോജക്റ്റിനെ സമീപിക്കുന്നത്. അതിൽ നിന്നും സംവിധായകൻ, നായക നടൻ, നിർമ്മാതാവ് തുടങ്ങിയവരെല്ലാം ചേർന്ന് വിജയ സാധ്യത ഉള്ളതെന്ന് കരുതുന്ന ഒരെണ്ണം തിരഞ്ഞെടുക്കുകയാണ്. ആ കഥയിൽ സന്ദർഭങ്ങൾ ഉണ്ടാക്കി സംഭാഷണങ്ങൾ രചിച്ച് തിരക്കഥയാക്കുന്ന ജോലിയാണ് എന്റേത്. അങ്ങനെ പൂർത്തിയാക്കിയ തിരക്കഥയുടെ ഡിജിറ്റൽ കോപ്പി ഷൂട്ടിംഗ് തുടങ്ങുന്നതിനും മാസങ്ങൾക്ക് മുൻപേ ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം കൈകളിൽ എത്തും. അവരുടെയൊക്കെ സംശയങ്ങളും അഭിപ്രായങ്ങളും കേട്ട് ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു തിരക്കഥ എഴുതി ആരെയും കാണിക്കാതെ രഹസ്യമായി ഷൂട്ട് ചെയ്യുന്നതല്ല. വിജയത്തിന്റെ ക്രെഡിറ്റിൽ എല്ലാവരും പങ്കുകാരാകുന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. മറ്റൊന്ന്, ആറാട്ടും ക്രിസ്റ്റഫറും പോലുള്ള ചിത്രങ്ങൾക്ക് റിലീസിന് മുമ്പേ തന്നെ വലിയ രീതിയിലുള്ള ബിസിനസ് നടന്നിരുന്നു. അവയൊക്കെ നഷ്ടചിത്രങ്ങളല്ല. ബാന്ദ്ര മാത്രമാണ് പൂർണ്ണമായും പരാജയപ്പെട്ടത് എന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഉദയകൃഷ്ണ. ഉദയകൃഷ്ണയുടെ മോഹൻലാൽ ചിത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പുകൾ ലഭിക്കാറുണ്ട്. കാരണം ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വന്ന പുലിമുരുകൻ പോലൊരു ചിത്രം വലിയ ഹിറ്റായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ചിത്രങ്ങൾക്കെല്ലാം വലിയ ഹൈപ്പായിരുന്നു. അതായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ ചിത്രത്തിലും വൈശാഖ് ചിത്രത്തിലും നമ്മൾ കണ്ടത്. ഇതൊന്നും സാമ്പത്തികമായി പരാജയമായിരുന്നില്ല. വലിയ ബിസിനസ്സുകൾ നടന്ന ചിത്രങ്ങൾ തന്നെ. പക്ഷേ പ്രേക്ഷകർ സ്വീകരിക്കാതെ പോയി എന്നതാണ്. രണ്ടിലുമുള്ള സിമിലാരിറ്റിയും കൂടാതെ ഏജന്റായി എത്തിയതുമൊക്കെ ട്രോളുകളിൽ ഇടം പിടിച്ചതാണ്. ഈ ഒരു സിമിലാരിറ്റി എന്താണ് കാണാതെ പോയതെന്നും ഇങ്ങനെ സാമ്യതയുള്ള പ്ലോട്ടുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുമുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഈ പരാജയങ്ങൾക്ക് ശേഷം ഉദയകൃഷ്ണയുടെ ഒരു വലിയ സിനിമ പിന്നീട് കണ്ടില്ല എന്നിരിക്കുമ്പോഴാണ് ഉദയകൃഷ്ണയുടെ ഈ ഒരു തുറന്നു പറച്ചിലുകൾ എത്തിയിരിക്കുന്നത്. മോഹൻലാലിനെ ഗംഭീരമായി കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയി എന്നത് വലിയൊരു ആക്ഷേപമായി ഇപ്പോഴും നിൽക്കുകയാണ്. എന്തായാലും ഉദയകൃഷ്ണയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന പലരും ഉണ്ടാകും. എന്നിരിക്കെ ഉദയകൃഷ്ണ ഏത് ചിത്രത്തിലൂടെ ആയിരിക്കും തിരിച്ചു വരാൻ പോവുക എന്നൊരു ചോദ്യം വരുമ്പോൾ മോഹൻലാലും വൈശാഖും വീണ്ടും ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. വൈശാഖ് തന്നെയാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത്. പുലിമുരുകന് ശേഷം വലിയൊരു ഹൈപ്പ് മോഹൻലാലിനും വൈശാഖിനും ഉണ്ടായിരുന്നു. അവർ ഒന്നിക്കുമ്പോൾ അത്രയ്ക്ക് വലിയൊരു ഗംഭീര സിനിമ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പുലിമുരുകനിലും മേളിൽ നിൽക്കുന്ന മോഹൻലാലിന്റെ ആക്ഷനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സംഭവം അദ്ദേഹം ഒരുക്കാൻ പോകുന്നുണ്ടെന്ന് സൂചന അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തന്നിരുന്നു. ഇനി വരാൻ പോകുന്ന ആ ഗംഭീര സിനിമയുടെ സ്ക്രിപ്റ്റ് ഉദയകൃഷ്ണയെങ്ങാണം ആണോ എന്നതാണ് പലരും ഇപ്പോൾ വലിയ രീതിയിൽ ചിന്തിക്കുന്നതും. അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉദയകൃഷ്ണ നടത്തുമോ എന്നതുകൂടി ചോദിക്കുകയാണ് പ്രേക്ഷകർ. കാരണം ഈ ചിത്രം ഓൾറെഡി ലോക്കാണെന്നും വൈശാഖ് ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്തായാലും സാധ്യത തള്ളിക്കളയാനാകില്ല. ഗംഭീരമായി തന്നെ തിരിച്ചു വരട്ടെ എന്നും ആശംസിക്കുന്നു.